റെജി, നമുക്കൊരു ഗായകൻ ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പരിസരത്തുണ്ടായിരുന്നു, കുറച്ച് നേരം മുമ്പ് കണ്ടതാണ്. റെജി എന്നൊരു ഗായകനുണ്ട്, നമുക്ക് ആ ഗായകനെ ഒന്ന് വിളിക്കാം. റെജി, ഗായക വരൂ. ബൈജു എന്നാണ് പേരല്ലേ? റെജി എന്നല്ലേ പേര്? ആ റെജി, റെജി അല്ലല്ല, ഇരുന്നോ. റെജി, നമുക്കൊരു പാട്ട് പാടുമല്ലോ അല്ലേ? ചായ വേണ്ടേ? ഒരു ചായ കുടിക്കാം. ചേട്ടാ, ഒരു ചായ വേണം, പാട്ട് കഴിഞ്ഞിട്ട് മതിയേ. നമുക്ക് ഇടയ്ക്ക് അതിനൊക്കെ ഒരു ബ്രേക്ക് പോകണം. അപ്പോൾ ഒരു പാട്ട് പാടും. തീർച്ചയായും. ഇടുക്കിയെ കുറിച്ച് പാട്ട് പാടും, അത് ജോയ് ജോർജിനെ കുറിച്ച് പാട്ട് പാടും. ജോയ് ജോർജിനെ കുറിച്ച് താങ്കൾ പാട്ട് പാടും. രണ്ട് ഗായകർ, അടിപൊളി. അപ്പൊ രണ്ട് പാട്ടാണ് ഇന്നത്തെ പ്രഭാതത്തിൽ പ്രേക്ഷകർക്ക് ഒരുക്കിയത്. ജോയ് ജോർജ്, താങ്കൾ എഴുതി കൊടുത്ത പാട്ടാണോ? എനിക്കറിയില്ല, അദ്ദേഹത്തെ എനിക്കറിയാം. പക്ഷേ അദ്ദേഹം പാട്ട് പാടുന്നോ ഞാൻ എഴുതി കൊടുത്ത പാട്ടാണെന്നറിയില്ല. അത് മാത്രമല്ല, ജോയ് ജോർജിന്റെ പ്രമോഷൻ പരിപാടിയായിട്ട് കണക്കാക്കരുത്. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഒരു പാട്ട് പാടാമെന്ന് പറഞ്ഞത്. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടു പോകാം. പാട്ട് കേട്ടിട്ടില്ല ആരും, നല്ല പാട്ടായിരിക്കുന്നു. ഞാനും കേട്ടിട്ടില്ല. അപ്പൊ ആ റിസ്ക് നമ്മൾ ഏറ്റെടുക്കുന്നു. അതിന് മുമ്പ് നമ്മൾ റെജിയുടെ ഒരു പാട്ട്. റെജി, ഏത് പാട്ടാ? ഇടുക്കിയെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് മലമേലെ എന്നുള്ള ബൈജു ചേട്ടാ, നമസ്കാരം. ഇങ്ങോട്ട് വന്നാട്ടെ. ബൈജു ചേട്ടനാണോ ഈ ജോയ് ജോർജിനെ കുറിച്ച് പാട്ട് പാടാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്? ഇങ്ങോട്ട് നിന്നാട്ടെ. ഫുള്ള് പാടുന്നില്ല, കുറച്ച് പാടുന്നുള്ളൂ. അതായത് ഇപ്പൊ ഇവിടെ യാദൃശ വന്നു, ഇപ്പൊ സാധനം മേടിക്കാൻ വന്നതായിരുന്നു. ഞാനിങ്ങനെ പാട്ട് ഇവിടെ ഒരു ക്യാമറ ജോയ് ജോർജിന്റെ പുറത്തേക്കുള്ള ആ നാണം നമുക്ക് അതേപടി സ്ഥാനാർത്ഥിയായിട്ട് എഴുതി പാടും. സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാന്ന് പറഞ്ഞപ്പോഴേ ഞാനൊരു പാട്ട് എഴുതി ഫുള്ളാക്കി വെച്ചിരിക്കുകയാണ്. വേദികളിൽ പാടാൻ വേണ്ടി ഫുള്ളാക്കി വെച്ചിരിക്കുകയാണ്. അത് പാടാൻ വേണ്ടി അവസരം കിട്ടിയാൽ പാടാൻ വേണ്ടിയിട്ടാണ്. അത് നല്ലൊരു പാട്ട്. ഒരു ഫ്രെയിമിൽ നമുക്ക് ബൈജുവിനെ വെക്കാം, ഒരു ഫ്രെയിമിൽ നമുക്ക് ജോയ് ജോർജിനെ വെക്കാം. പഠിക്കൂ. മലയോര നാടിൻ്റെ മണ്ണും മനസ്സും തൊട്ടറിഞ്ഞുള്ളൊരു സ്ഥാനാർത്ഥി, മലയോര നാടിൻ്റെ മണ്ണും മനസ്സും തൊട്ടറിഞ്ഞുള്ളൊരു സ്ഥാനാർത്ഥി, ജോയ്സ് ജോർജ് എന്നൊരു സ്ഥാനാർത്ഥി, LDFിൻ്റെ സ്ഥാനാർത്ഥി, ജോയ്സ് ജോർജ് എന്നൊരു സ്ഥാനാർത്ഥി, LDFിൻ്റെ സ്ഥാനാർത്ഥി, മലയോര നാടിൻ്റെ മണ്ണും മനസ്സും തൊട്ടറിഞ്ഞുള്ളൊരു സ്ഥാനാർത്ഥി, മലയോര നാടിൻ്റെ മണ്ണും മനസ്സും തൊട്ടറിഞ്ഞുള്ളൊരു സ്ഥാനാർത്ഥി, വീണ്ടും വരണം വീണ്ടും വരണം ജോയ്സ് ജോർജ്, വീണ്ടും വരണം വീണ്ടും വരണം വീണ്ടും വരണം ജോയ്സ് ജോർജ്, വീണ്ടും വരണം. ഓരോ കൂട്ടും ജോയ്സ് ജോർജിന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ. ഈ പാട്ട് ശരിക്കും പാർട്ടിക്ക് വേണ്ടി എഴുതിയതാണോ? വേറെ ഫുള്ളുണ്ട്. വേറെ ഒരു ലൈനും കൂടി ഒന്ന് പഠിക്കേ, ഒരു ലൈനും കൂടി ഓർമ്മിച്ചെടുത്താൽ മതി. അവരുടെ റജി, പാട്ട് ഇഷ്ടമായല്ലോ അല്ലേ? അപ്പൊ പ്രചരണത്തിന് ഉപയോഗിക്കാം. ഫുള്ളുണ്ട്. പാട്ട് ഫുള്ളുണ്ട്. കുറെ ലെങ്തിയാണ് പാട്ട്. എഴുതി മൊത്തമൊക്കെ. അപ്പൊ എനിക്ക് രാവിലെ ഇവിടെ വന്നപ്പോൾ യാദൃശ്യാണ് വേറെ പറഞ്ഞതിന്റെ പോലെ സാർ ഇപ്പൊ കണ്ടിപ്പോഴാണല്ലോ. അപ്പൊ ആ പാട്ട് എഴുതി വെച്ചത് ഫുള്ള് ഞാൻ പാടാൻ പറ്റില്ല. മൊത്തം ഇത് അങ്ങനെയല്ല, മൊത്തത്തിൽ കിടക്കുകയാണ്. ഭയങ്കര പറഞ്ഞെഴുതിയതാണോ? അല്ലല്ലോ, ഒരിക്കൽ ഞാൻ ഇതിനു മുമ്പ് എഴുതുമായിരുന്നു. പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ എഴുതുന്നുണ്ടായിരുന്നു. പഞ്ചായത്ത് ഇലക്ഷനില് പിന്നെ അതെ ആ പാട്ട് ഞാൻ ഈ ഇടുക്കിയിൽ കൺവെൻഷൻ നടന്നപ്പോൾ വന്നായിരുന്നു. അപ്പൊ ആ പാട്ട് പാടാൻ വേണ്ടി നോക്കിയപ്പോ അവിടെ ഒത്തിയില്ല. ഇനിയിപ്പോ സാറിന്റെ കൂടെ ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അവിടെ ഒരു എസ്റ്റേറ്റ് തോട്ടം നോക്കുവാണ്. അല്ലല്ല, തൊഴിലാളിയാണ്. അവിടെ കച്ചിങ്ങല് ഒരു ട്രിവാൻഡ്രംകാരനെയാണ്. അപ്പൊ ഒരു തൊഴിലാളിയുടെ പാട്ടാണ് സമർപ്പണം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അല്ല, ഇതുപോലുള്ള സാധാരണക്കാരും തൊഴിലാളികളുമായിട്ടുള്ള ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ സാധാരണ മനുഷ്യർക്കൊപ്പമാണ് ഞാൻ. അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതാണ് എന്റെ വിശ്വാസം, അതാണ് എന്റെ ആത്മവിശ്വാസം. ആത്മവിശ്വാസം കണ്ടെത്തുക. അപ്പൊ